ആനന്ദ് വാതിൽ തുറന്നോളൂ. ഇരിക്കാം, ബെഞ്ചിലിരിക്കാം. ഇപ്പൊ പോവാൻ അർജന്റ് ഉണ്ടോ? അർജന്റ് ഉണ്ടെങ്കിൽ ആ ബാക്കറ്റ് എടുത്തോളൂ. അതില് മുഴുവൻ വന്നിട്ടില്ല. അതിൽ 1.5 കിലോ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുടിക്കാൻ പോയിരിക്കുകയാണ്. ഓ, ഞാൻ 12:30 വരെ. നിയർലി 1.5. ഇപ്പൊ ഇത്തിരി വൈകിന്നു. കുറച്ചു നേരം ഇരിക്കൂ. മുകളിലിരുന്നോളൂ. നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ
സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയുടെ 700-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു ഏറ്റവും സന്തോഷം തരുന്ന ദിവസം. നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ 700 എന്നുള്ളൊരു മൈൽ സ്റ്റോൺ താണ്ടുകയാണ്. പകുതിയേ ആയിട്ടുള്ളൂ നമ്മുടെ യാത്ര. ജ്ഞാനഗംഗാ പ്രവാഹം ഇനിയും സാഗര അഭിമുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് ലക്ഷ്യം. നമ്മൾ 2022 വിഷുവിനാണ് ആരംഭിച്ചത്. തന്നെയല്ലേ, അതോ 21-ലാണ്? 21-ലല്ല. നമ്മൾ കൊറോണയുടെ തിരക്കുകളാണ്. അപ്പോൾ ശങ്കരസ്തോത്ര തരംഗിണി പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2022 തന്നെയാണ് നമ്മൾ ജനുവരിയിൽ പാരായണം ആരംഭിച്ചു. ഭാഗവത പാരായണം. അതൊരു ഏകദേശം 150ഓളം ദിവസങ്ങൾ കൊണ്ട് മുഴുവനും വായിച്ചു. എല്ലാവർക്കും വായന അഭ്യസിക്കാൻ വേണ്ടി, പാരായണം അഭ്യസിക്കാൻ വേണ്ടി. അതിനുശേഷമാണ് നമ്മൾ
ഭാഗവത ജ്ഞാനഗംഗ മാഹാത്മ്യം ആരംഭിച്ചത് അത് വിഷുവിനാണെന്നാണ് എൻ്റെ ഓർമ്മ. 2022 വിഷു. അപ്പോൾ ഇതിപ്പോൾ 24 വിഷുവും കഴിഞ്ഞു. ഇപ്പോൾ മെയ് മാസം 31 അപ്പോൾ 2 വർഷവും 1.5 മാസവും. ഇതിൽ നമ്മൾ 700 എപ്പിസോഡുകൾ പിന്നിട്ടു എന്ന് പറയുമ്പോൾ അധിക ദിവസങ്ങൾ നമ്മൾ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അഥവാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സാധിച്ചത് ഭഗവാന്റെ ഒരേ ഒരു അനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ തിരഞ്ഞെടുത്തവരാണ് നമ്മളെല്ലാം. ആ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവരാണ് ഞാനും നിങ്ങളും. ഇത്രയും ദിവസം തുടർച്ചയായിട്ട് ഇത് പോകണമെങ്കിൽ ശ്രോതാക്കളായി, അധ്യേതാക്കളായി വളരെ ശ്രദ്ധയുള്ള, താല്പര്യമുള്ള ആളുകൾ വേണം. നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ, ശുശ്രൂഷ, നിങ്ങളൊക്കെ എത്ര ശ്രദ്ധയോടെ കാത്തിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് അതാത് ദിവസത്തെ ഭാഗവത ജ്ഞാനഗംഗയിൽ കുളിക്കാനാണ്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ പരിഭവവും അന്വേഷണമൊക്കെ അത് സൂചിപ്പിക്കുന്നതാണ്. വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഭാഗവത ജ്ഞാനഗംഗയ്ക്കായിക്കൊണ്ട്. ആ അമ്മമാരുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ഇത്രയും ദിവസം ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള പ്രചോദനമായി, അനുഗ്രഹമായി സാധിച്ചത്. ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരം അന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി എന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എന്നും അനുഗ്രഹവർഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഗംഗയുടെ ആരംഭത്തിൽ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്രയോ മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം ഓരോ ദിവസവും ഈ ഗംഗയിലാണ് നമ്മൾ സ്നാനം ചെയ്യുന്നത്. അതിൻ്റെ പവിത്രത നമ്മുടെ ജീവിതത്തെ തീർച്ചയായിട്ടും സ്പർശിക്കും. അതിൻ്റെ ഒരു ഉണർവും സൗരഭ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് നിത്യവും പകർന്നു കിട്ടും. സത്യമാണ്. അപ്പോൾ 2022 അല്ലെങ്കിൽ അതിനും മുമ്പ് നമ്മുടെ കൊറോണ ലോക്ക്ഡൗൺ ആരംഭകാലത്ത് ശങ്കരസ്തോത്രങ്ങൾ നമ്മൾ അഭ്യസിക്കുന്ന കാലത്ത് എങ്ങനെ നമ്മൾ തുടങ്ങിയോ, ഏതൊരു ഭാവത്തിൽ, ഏതൊരു സംസ്കാരത്തോടുകൂടി തുടങ്ങിയോ, അതിൽ നിന്ന് എത്രയോ കൂടുതൽ നമ്മൾ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ അന്ധക്കരണ ശുദ്ധി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും റെഗുലറായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഭാഗവതത്തിൽ തന്നെ മുറുക്കെ പിടിച്ചിരിക്കാൻ കഴിയുന്നത്. അപ്പം എല്ലാവരെയും അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. അതുപോലെ ഇനിയും തുടർന്നും നമുക്ക് ബാക്കിയുള്ള പരമ്പരകൾ കൂടി ഇനിയും ചുരുങ്ങിയത് 1500 എപ്പിസോഡുകളെങ്കിലും വേണ്ടി വരും. കാരണം നമ്മൾ ഏകാദശത്തിലേക്ക് പ്രവേശിച്ചാൽ പതുക്കെ നീങ്ങുള്ളൂ. കഥ പറയുന്ന പോലെയല്ല. കഥ പറയുന്ന അധ്യായങ്ങളൊക്കെ നമ്മൾ
ഒരു ദിവസം ഒരു 15 ശ്ലോകം 20 ശ്ലോകം ആവറേജ് പോകാൻ പറ്റും. തത്വം പറയുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് 1 ശ്ലോകമോ 2 ശ്ലോകമോ ഒരു ദിവസം നീങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1500 എപ്പിസോഡിൽ നിൽക്കുമോ എന്നറിയില്ല. എന്തായാലും എല്ലാവർക്കും ഭഗവാൻ തന്നെ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിലേ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതിനായി ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ആ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേദാഃ സ്തോത്രം ചൈവ സഹസ്രോത്തരതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഃ ഇദമിഹ കുറുതാ ആയുരാരോഗ്യ സൗഖ്യം. നമുക്ക് ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാം. ഭാഗവതം സമ്പൂർണമായിട്ട് കേൾക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എന്നെ സംബന്ധിച്ചും ഈ ഭാഗവത ജ്ഞാനഗംഗ ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതുപോലെ വേർഡ് ബൈ വേർഡായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുഴുവനായിട്ട് എടുക്കുന്നത്. മുമ്പ് 3 പ്രാവശ്യം ഓഫ്ലൈനായിട്ട് 3 സ്ഥലങ്ങളിൽ 8 കൊല്ലവും 8.5 കൊല്ലവും എടുത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പിന്നെ അത്ര വേണ്ടി വരില്ല. ഇവിടെ ഒരു 4 കൊല്ലോ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്തായാലും തീരും, ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് വിഘ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ. നമ്മൾ ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ ക്ലാസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുള്ളൂ. അടുത്തെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സമയം മാറ്റിയിട്ടാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടരാം. എല്ലാവരോടും എൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള കൃതജ്ഞതാപൂർവമായ നമസ്കാരം. വളരെ സന്തോഷം, ആനന്ദം, മഹാൻ സന്തോഷ, മഹാൻ സന്തോഷ. നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. 700ാമത്തെ എപ്പിസോഡ്. 9ാം സ്കന്ധത്തിലെ 4ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അംബരീഷ ചരിതമാണ്. അംബരീഷ ചരിതത്തിലെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ ക്ലാസ്സാണ്. വായിക്കാം. 9ാം സ്കന്ധം 14ാം ശ്ലോകം മുതൽക്ക് അവസാനം വരെയുള്ള ഭാഗം വായിക്കാം. 13 വരെയുള്ള ശ്ലോകം നാഭാഗ ചരിതങ്ങളായിരുന്നു, നമ്മൾ വിസ്തരിച്ചു കണ്ടു. അതിനുശേഷമാണ് അംബരീഷ ചരിതത്തിലേക്ക് കടക്കുന്നത്. അത് 14ാം ശ്ലോകം മുതൽക്കാണ്. അത് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ 9ാം സ്കന്ധേ 4ാധ്യായഃ. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേസ്തസ്യ ധീമതഃ ന പ്രാഭൂത്യത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യയഃ. ശ്രീശുക ഉവാച അംബരീഷോ മഹാഭാഗഃ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി മേനേതി ദുർലഭം പുംസാം സർവം തൽ സ്വപ്നസംസ്തുതം വിദ്വാൻ വിഭവ നിർവാണം തമോ വിശദിയത് പുമാൻ വാസുദേവേ ഭഗവതി തൽ ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോഷ്ടവത് സ്മൃതം. സ വൈ മന കൃഷ്ണപദാരവിന്ദയോഃ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരൗ
മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തൽഭൃത്യഗാത്രസ്പർശ്യംഗസംഗമം ഗ്രാണം ച തൽപാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാ രസനാം തദർപ്പിതേ. പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ച ദാസ്യേ നതു കാമകാമ്യയാ യഥോത്തമശ്ലോകജനാശ്രയാ രതിഃ. ഏവം സദാ കർമ്മകലാപമാത്മനഃ പരേധിയജ്ഞേ ഭഗവത്യദോക്ഷജേ സർവാത്മഭാവം വിദതന്മഹീമിമാം തന്നിഷ്ടവിപ്രാഭിഹിതശാസഃ. ഈജേസ്വമേധൈരധിയജ്ഞമീശ്വരം മഹാവിഭൂത്യോപചിതാംഗദക്ഷിണൈഃ തതൈർവസിഷ്ഠാസിതഗൗതമാദിഭിഃ ധന്വന്നഭിസ്രോതം അസൗ സരസ്വതീം. യസ്യ ക്രതുഷു ഗീർവാണൈഃ സദസ്യാർത്തിജോ ജനാഃ തുല്യരൂപാശ്ചാനിമിഷാ വ്യദൃശ്യന്തഃ സുവാസസഃ. സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യ മനുജൈരമരപ്രിയഃ ശൃണ്വദ്ഭിരുപഗായദ്ഭിഃ ഉത്തമശ്ലോകചേഷ്ടിതം. സമർദ്ധയന്തി താൻ കാമാഃ സ്വരാജ്യപരിഭാവിതാഃ ദുർലഭാനാപി സിദ്ധാനാം മുകുന്ദം ഹൃദി പശ്യതഃ. സയുക്തം ഭക്തിയോഗേന തപോയുക്തേന പാർത്ഥിവഃ സ്വധർമ്മേണ ഹരിം പ്രീണൻ സംഗാൻ സർവാൻ ശനൈർജഹൗ. ഗൃഹേഷു ദാരേഷു സുതേഷു ബന്ധുഷു ദിവോത്തമസ്യന്തനവാജിപത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷ്വകരോ അസന്മതിം. തസ്മാ അഗാധരിശ്ചക്രം പ്രത്യനീകഭയാവഹം ഏകാന്തഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. ആരിരാധയിഷു കൃഷ്ണം മഹിഷ്യാ തുല്യശീലയാ യുക്തഃ സംവത്സരം ധീരോ ദധാര ദ്വാദശീ വ്രതം. വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിതഃ സ്നാതഃ കദാചിത് കാളിന്ദ്യാം ഹരിം മധുവനേർച്ചയത്. മഹാഭിഷേകവിധിനാ സർവോപസ്കര സമ്പദാ അഭിഷിച്യാംബരാകൽപൈഃ ഗന്ധമാല്യാർഹണാദിഭിഃ. തദ്ഗതാന്തരഭാവേന പൂജയാമാസ കേശവം ബ്രാഹ്മണാംശ്ച മഹാഭാഗാൻ സിദ്ധാർത്ഥാനപി ഭക്തിതഃ. ഗവാം രുക്മവിഷാണീനാം രൂപ്യംഗ്രീണാം സുവാസസാം പയശീലവയോരൂപ വത്സോപസ്കര സമ്പദാം. പ്രാഹിണോത്സാദു വിപ്രേഭ്യോ ഗൃഹേഷു ന്യർബുദാനി ഷഡ് ഭോജയിത്വാ ദ്വിജാനഗ്രേ സ്വാദ്വന്നം ഗുണവത്തമം. ലബ്ധകാമൈരനുജ്ഞാതഃ പാരണായോപചക്രമേ തസ്യ തർഹ്യതിഥിഃ സാക്ഷാത് ദുർവാസാ ഭഗവാനഭൂത്. തമാനർച്ചാതിഥിം ഭൂപഃ പ്രത്യുത്ഥാനാസനാർഹണൈഃ യയാചേഭ്യവഹാരായ പാദമൂലമുപാഗതഃ. പ്രതിനന്ദ്യ സതദ്യാജ്ഞാം കർത്തുമാവശ്യകം ഗതഃ നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. മുഹൂർത്താർദ്ധാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈസ്തദ്ധർമ്മസങ്കടേ. ബ്രാഹ്മണാദിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യത്കൃത്വാ സാധു മേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേത്. അംഭസാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യസിതം നാശിതം ച തത്. ഇത്യപഃപ്രാശ്യ രാജർഷിശ്ചിന്തയൻ മനസാച്യുതം പ്രത്യചഷ്ടകുരു ശ്രേഷ്ഠ ദ്വിജാഗമനമേവ സഹ. ദുർവാസാ യമുനാകൂലാ കൃതാവശ്യക ആഗതഃ രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയാ. മന്യുനാ പ്രചലദ്ഗാത്രോ ഭ്രുകുടീകുട്ടിലാനനഃ ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിമഭാഷത. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണോഃ അഭക്തസ്യ ഈശമാനിനഃ. യോ മാം അതിഥിമായാതം ആതിഥ്യേന നിമന്ത്ര്യ ച അദത്വാ ഭുക്തവാൻ തസ്യ സദ്യസ്തേ ദർശയേ ഫലം. ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീപിതഃ
തയാ സ നിർമ്മമേ തസ്മൈ കൃത്യാം കാലാനലോപമാം താമാപതന്തീം ജ്വലതീം അസിഹസ്താം പദാ ഭുവം വേപയന്തീം സമുദ്വീക്ഷ്യ ന ചചാലപദാം നൃപഃ പ്രാദിഷ്ടം ഭൃത്യരക്ഷായാം പുരുഷേണ മഹാത്മന ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാ ഹിമിവ പാവകഃ തദഭിദ്രവദുദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീപ്സയാ തമന്വധാവത് ഭഗവദ്രഥാംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യദാഹിം തഥാനുശക്തം नु നിരീക്ഷമാണോ ഗുഹാം വിവിക്ഷുഃ പ്രസസാരമേരോः ദിശോ നഭഃ ക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകാൻ സപാലാൻ ത്രിദിവം ഗതഃ സഃ യതോ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശ അലബ്ധനാദസ്സ യദാ കുതശ്ചിത് സന്ത്രസ്തചിത്തോ അരണമേഷമാണഃ ദേവം വിരിഞ്ചം സമഗാത് വിദാദഃ ത്രാഹ്യാത്മയോനേ അജിത തേജസോ മാം ബ്രഹ്മോവാച സ്ഥാനം മദീയം സഹ വിശ്വമേതത് ക്രീഡാവസാനേ ദ്വിപരാർദ്ധസംജ്ഞേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധിദക്ഷോഃ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി അഹം ഭവോ ദക്ഷഭൃഗുപ്രധാനാഃ പ്രജേശഭൂതേശ സുരേശമുഖ്യാഃ സർവേ വയം യം നിയമം പ്രപന്നാഃ മൂർധ്ന്യർപ്പിതം ലോകഹിതം വഹാമഃ പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാപിതഃ ദുർവാസാ ശരണം യാതഃ സർവം കൈലാസവാസിനം ശ്രീരുദ്ര ഉവാച വയം നതാത പ്രഭവാമ ഭൂമ്നി യസ്മിൻ പരേണ്യേ അജജീവകോശാഃ ഭവന്തി കാലേ ന ഭവന്തി ദൃശാഃ സഹസ്രശോ യത്ര വയം ഭ്രമാമഃ അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജഃ കപിലോപാന്തരതമോ ദേവലോ ധർമ്മ ആസുരിഃ മരീചിപ്രമുഖാശ്ചാന്യേ സിദ്ധേശാപാരദർശനാഃ വിദാമന വയം സർവേ യന്മായാം മായയാവൃതാഃ തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം ഹിനഃ തമേവ ശരണം യാഹി ഹരിസ്തേ സംവിദാസ്യതി തതോ നിരാശോ ദുർവാസാഃ പദം ഭഗവതോ യയൗ വൈകുണ്ഠാഖ്യം യദധ്യാസ്തേ ശ്രീനിവാസശ്രിയാ സഹ സന്തഹ്യമാനോജിതശസ്ത്രവഹ്നിനാ തൽപാദമൂലേ പതിതഃ സവേ വധുഃ ആഹ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസമ്മാവഹി വിശ്വഭാവനാം അജാനദാതേ പരമാനുഭാവം കൃതം മയാഘം ഭവതഃ പ്രിയാണാം വിദേഹി തസ്യാപചിതിം വിദാദഃ മുച്യേദയം യന്നാമ്യുദിതേ നാരകോപി ശ്രീഭഗവാനുവാച അഹം ഭക്തപരാധീനോ ഹി അസ്വതന്ത്രൈവ ദ്വിജ സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തൈർഭക്തജനപ്രിയഃ നാഹമാത്മാനമാശാസേ മദ്ഭക്തൈഃ സാധുഭിർവിനാ ശ്രിയം ചാത്യന്തികീം ബ്രഹ്മൻ യേഷാം ഗതിരഹം പരാ യേ ദാരാഗാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാതാഃ കഥം താൻ ത്യക്തുമുത്സഹേ മയി നിർബദ്ധഹൃദയാഃ സാധവഃ സമദർശനാഃ വശീകുർവന്തി മാം ഭക്ത്യാ സത്സ്ത്രിയഃ സത്പതിം യഥാ മൽസേവയാ പ്രതീതം ച സാലോക്യാദിചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണാഃ കുതോऽന്യത്കാലവിദ്രുതം സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തെ ന ജാനന്തി നാഹം തേഭ്യോ മനാഗപി ഉപായം കഥയിഷ്യാമി തവ വിപ്ര ശൃണുഷ്വ തത് അയം ഹ്യാത്മാഭിചാരസ്തേ യതസ്തം യാതു വൈ ഭവാൻ സാധുഷു പ്രഹിതം തേജഃ പ്രഹർത്തുഃ കുരുതേ ശിവം തപോ വിദ്യാ ച വിപ്രാണം നിശ്രേയസകരേ ഉഭേ തേ യേവ ദുർവിനീതസ്യ കൽപ്പേതേ കർത്തുരന്യഥാ
ബ്രഹ്മൻ തദ്ഗച്ഛ ഭദ്രം തേ നാഭാഗതനയം നൃപം ക്ഷമാവയ മഹാഭാഗം തതഃ ശാന്തിർഭവിഷ്യതി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ അംബരീഷചരിതേ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. വൈകി വന്ന എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗ 700-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഭാഗവതം നവമസ്കന്ധം 4-ാം അധ്യായം അംബരീഷ ചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗവതം നവമസ്കന്ധം ഈശാനുകഥ, സൂര്യവംശ, ചന്ദ്രവംശ കഥകളിലൂടെ ഭഗവാൻ ഗീതയിലൂടെ നമുക്ക് ഉപദേശിച്ച 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സ കാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരന്തപ. സയേവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ സനാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ഒരു റിനയസൻസ്, നവോത്ഥാനം, ധർമ്മത്തിന്റെ പുനഃപ്രതിഷ്ഠ ചെയ്യുകയായിരുന്നു. കാലേനേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ. മഹത്തായ കാലം കൊണ്ട് ആദിയിൽ ഭഗവാൻ സൂര്യഭഗവാൻ ഉപദേശിച്ചു. സൂര്യഭഗവാൻ തന്റെ പുത്രനായ വൈവസ്വതമനുവിനും, വൈവസ്വതമനു തന്റെ ഇക്ഷ്വാകു മുതലായ പുത്രന്മാരിലൂടെയും രാജർഷി പരമ്പരകളിലൂടെയും ആ ധർമ്മം നിലനിന്നിരുന്നു. എന്നാൽ ആദിശങ്കര ഭഗവത്പാദരുടെ ഭാഷയില് അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്, അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ ഓരോരുത്തരിലും പതുക്കെ 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 കാമത്തിന്റെ പ്രേരണ വർദ്ധിച്ചു 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 വന്നു. സ്വാർത്ഥത വർദ്ധിച്ചു വന്നു. അങ്ങനെ ധർമ്മത്തിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് മഹാഭാരത യുദ്ധത്തിന്റെ പടിക്കലെത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഈ യുദ്ധം അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത്. ഒരു എന്താ പറയുക, റിനോവേഷൻ എന്ന് പറയുമ്പോൾ പഴയത് പലതും തട്ടിക്കളയേണ്ടി വരും. ജീർണിച്ചതിനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണം പുതിയ കെട്ടിടങ്ങൾ അവിടെ പണിയാൻ. ജീർണിച്ചതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ജീർണിച്ചതെല്ലാം കളയണം, തട്ടിക്കളയണം. എന്നിട്ട് അതേ സ്ഥാനത്ത് വേണ്ടതുപോലെയുള്ള ദൃഢപ്പെടുത്തിയതായിട്ടുള്ള കെട്ടിടം പണിയുന്നത് പോലെയാണ് ഇവിടെ ഭഗവാൻ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നത്. ഭഗവാന്റെ അവതാരം തന്നെ ഭഗവാൻ പ്രഖ്യാപിച്ചു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാ ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇപ്പോ ആ ധർമ്മ സംസ്ഥാപനം അന്ന് ദ്വാപരയുഗത്തിലെ അവസാന കാലത്ത്
ഭഗവത്ഗീത ഉപദേശത്തിലൂടെ പാണ്ഡവന്മാരിലൂടെ ഭഗവാൻ സാധിച്ചു, കുറെ സാധിച്ചു. പിന്നീട് ഇപ്പൊ അതിനുശേഷം കലിയുഗം വന്നു ചേർന്നു. ഈ കലിയിൽ വളരെ വേഗത്തിലാണ് ധർമ്മത്തിന്റെ ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിലും ധർമ്മം നിലനിർത്താനായിക്കൊണ്ടാണ് ഭഗവാൻ തന്റെ അവതാര ലീലകളെ വർണ്ണിക്കുന്ന, തന്റെ ഉപദേശങ്ങളെയെല്ലാം വിസ്തരിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്നുള്ളതായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭഗവാൻ തിരോധാനം ചെയ്തിട്ടും തന്റെ അവതാരമൂർത്തിയെ ഉപസംഹരിച്ചിട്ടും തന്റെ ശക്തിയെ മുഴുവൻ, തന്റെ തേജസ്സിനെ മുഴുവൻ ഭാഗവതത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് പോയി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ ആരൊക്കെ നിരന്തരം കേൾക്കുന്നുവോ അവരിൽ ഈ സനാതനധർമ്മ മൂല്യങ്ങൾ ബലപ്പെട്ടു വരും. എത്രത്തോളം ശ്രദ്ധയോടെ, എത്രത്തോളം ശുശ്രൂഷയോടെ, വിശ്വാസത്തോടെ ഇത് ശ്രവിക്കുന്നുവോ അത്രത്തോളം അത് അവരുടെ ഉള്ളില് ആ ധർമ്മം മൂല്യങ്ങൾ ഉറച്ചുറച്ചുറച്ചു വരും. അങ്ങനെയാണ് കലിയുഗത്തില് ധർമ്മം നിലനിർത്താൻ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പൊ ഭഗവാന്റെ പ്രത്യക്ഷ മൂർത്തിയായിട്ടുള്ള ഈ ഭാഗവതം, അതിനെ തന്നെയാണ് നമ്മൾ നിത്യവും ഉപാസിക്കുന്നത്. ഈ ഗംഗയിലാണ് നമ്മൾ കുളിക്കുന്നത്. ഈ ഭഗവാന്റെ ഭഗവത്ഗീത ഭഗവാന്റെ ഭാഗവതം എന്നുള്ള ഭഗവാന്റെ ലീലകളെക്കുറിച്ച് സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി തന്നെ പറയുന്നു. ഇത് ഗംഗ എന്ന തീർത്ഥത്തെക്കാൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള തീർത്ഥമാണ് എന്ന് ദശമസ്കന്ധത്തിലെ 90-ാം അധ്യായത്തിലെ 47-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. തീർത്ഥം ചക്രേ നൃപോനം യദജനിയദുഷു സ്വസരിത്പാദശൗചം വിദ്യുച്സ്നിഗ്ധാ സ്വരൂപം യയുരജിതപരാ ശ്രീര്യദർത്ഥേന്യയത്നഃ യന്നാമാമംഗളഘ്നം ശ്രുതമദഗദിതം യത്കൃതോ ഗോത്രധർമ്മഃ കൃഷ്ണസ്യൈതന്ന ചിത്രം ക്ഷിതിബരഹരണം കാലചക്രായുധസ്യ എന്ന ആ 90-ാം അധ്യായത്തിലെ 47-ാം ശ്ലോകത്തിലൂടെ ശുകബ്രഹ്മർഷി സ്ഥാപിക്കുന്നു. തീർത്ഥം ചക്രേ നൃപ ഊനം. ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഭഗവാൻ തന്റെ പാദതീർത്ഥമായ ഗംഗയെ ഊനം ചക്രേ, ഊനമാക്കി ചെയ്തു, ചെറുതാക്കി ചെയ്തു എന്ന. ഭഗവാന്റെ ഗംഗയിൽ നമ്മൾ അവിടേക്ക് ചെല്ലണം, കഷ്ടപ്പെട്ട് ഗംഗാതീരത്ത് എത്തണം. അവിടെ ചെന്ന് ഗംഗയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം അതിൽ സ്നാനം ചെയ്താലേ തേ പുനന്തി ഉരുകാലേന എന്നിതേ ഭഗവാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഹ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ഈ ഒരു ശ്ലോകാണ് ഭാഗവതം നമുക്ക് തരുന്ന സന്ദേശം ആവർത്തിച്ച് തരുന്നത്. ഭഗവാന്റെ മുഖത്ത് നിന്ന് തന്നെ ഈ ശ്ലോകം പല പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോ ഗംഗയില് വളരെ ഭക്തിയോടെ, ശ്രദ്ധയോടെ അതിന്റെ മാഹാത്മ്യം ചിന്തിച്ചുകൊണ്ട് അതിനെ ദർശിക്കുക, അതിനെ സ്തുതിക്കുക, പൂജിക്കുക, അതിനെ പാനം ചെയ്യുക, സ്നാനം ചെയ്യുക, ഇതെല്ലാം ചെയ്താൽ കാലം കൊണ്ട് അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. തേ പുനന്തി ഒരു കാലേന. എന്നാൽ ഈ ഭാഗവതം എന്നുള്ള ഭഗവാന്റെ തീർത്ഥം, ഭഗവാന്റെ ലീലാമൃതമാകുന്ന തീർത്ഥം, ഇത് കേൾക്കുന്ന മാത്രയിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. യസ്യ ശ്രവണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യത്തെ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രവണമാത്രം കൊണ്ട്, ഭഗവാന്റെ കഥകളുടെ ശ്രവണം നമ്മളെ പെട്ടെന്ന് ശുദ്ധീകരിക്കും. അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച്, ഭഗവാൻ നമ്മുടെ ചെവിയിലൂടെ പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ നേടുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കണം. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഈ ജ്ഞാനഗംഗയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നവമസ്കന്ധം ഈ ഒരു ഭഗവാന്റെ ഗീതയുടെ ആ വരികളുടെ
ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. കാരണം നമ്മൾ ഈ നവമസ്കന്ധത്തിലെ 1-ാം അധ്യായം മുതൽക്ക് 24-ാം അധ്യായം വരെ സൂര്യവംശ ചന്ദ്രവംശ കഥകൾ വായിക്കും തോറും താഴേക്ക് പോകും തോറും പിന്നീട് വരുന്ന രാജാക്കന്മാരിൽ വരുന്ന ധർമ്മച്യുതിയൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ചന്ദ്രവംശത്തിലേക്ക് വരുമ്പോഴേക്കും കൂടുതൽ കാണാം. സൂര്യവംശ ജാതന്മാരായിട്ടുള്ള രാജർഷികള് കുറെ കൂടി ഇച്ഛാശക്തിയുള്ളവരും തപശക്തിയുള്ളവരും ധർമ്മനിഷ്ഠയുള്ളവരും ആയിരുന്നു. അവരിൽ ച്യുതി വന്നവർ വളരെ ചുരുക്കം. അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തിരുത്താനുള്ളതായിട്ടുള്ളൊരു സാമർഥ്യം അവർക്കുണ്ടായിരുന്നു. പിന്നീട് വരുന്ന ചന്ദ്രവംശത്തിലാണ് കൂടുതൽ ച്യുതി കാണുന്നത് നമ്മൾ. അപ്പൊ ഇങ്ങനെ ക്രമത്തിൽ കാണിച്ചു തരികയാണ്. ഭഗവാൻ അവതരിക്കാനുണ്ടായ സാഹചര്യത്തിലേക്കാണ് 24-ാം അധ്യായത്തുമ്പോഴേക്കും കാണുന്നത് നമ്മൾ, അല്ലേ? എന്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമെടുത്ത് 125 വർഷം ഈ ഭൂമിയിൽ ലീല ചെയ്തു? അതിന്റെ ആവശ്യകത എന്തായിരുന്നു? അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ ആ ഭഗവാന്റെ ആ ഒരു ഇത്രയും വലിയൊരു അവതാരത്തിലേക്ക്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന അവതാരത്തിലേക്ക് വരണമെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തി. അതാണ് അവിടുന്നാണ് പിന്നെ ദശമസ്കന്ധം ആരംഭിക്കുന്നത്. ഭൂമി അസുര സ്വഭാവമുള്ള രാജാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ് ഭാരം താങ്ങാൻ വയ്യാതെ പാലാഴി തീരത്ത് ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ബ്രഹ്മാവും മഹാദേവനും ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു രംഗത്തോടുകൂടിയാണ് ദശമസ്കന്ധം ആരംഭിക്കുന്നത്. അപ്പൊ അവിടേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ. ഇതും കൂടി നമ്മൾ ചേർത്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ കഥകളിലൂടെയൊക്കെ പോകാൻ. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കാനുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. ആർക്കൊക്കെ അബദ്ധം പറ്റിയോ ആ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാനും, ആരൊക്കെ അബദ്ധം പറ്റിയാലും അവർ തിരുത്തിയോ അവരിൽ നിന്ന് ആ പാഠം ഉൾക്കൊള്ളാനും, മറ്റ് അബദ്ധം പറ്റാത്ത വളരെ ശ്രേഷ്ഠന്മാരായ രാജർഷിമാർ ഏതൊരു ധർമ്മത്തെ പരിപാലിച്ചുവോ ആ ധർമ്മത്തെ നമ്മളും മനസ്സിലാക്കിക്കൊണ്ട് ആവുന്നത്ര കാലത്തിനനുസരിച്ച് നമ്മളെ കൊണ്ടാവും പോലെ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതിന് ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി ദൃഢമാവണം. ഭഗവാനോടുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഭഗവാനോടുള്ള കമ്മിറ്റ്മെന്റാണ് ധർമ്മം അനുഷ്ഠിക്കാനുള്ള നമ്മുടെ ശക്തി തരുന്നത്, നമുക്ക് പ്രേരണ നൽകുന്നത്, ധൈര്യം തരുന്നത്. നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്, ഭഗവാൻ കണക്ക് വയ്ക്കുന്നുണ്ട്, നമ്മുടെ രക്ഷയ്ക്ക് ഭഗവാൻ കൂടെയുണ്ട്. അതാണ് ഇവിടെ അംബരീഷ ചരിതത്തിലും നമ്മൾ ഉറപ്പിക്കുന്നത്. അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അതാണ് അംബരീഷ ചരിതത്തിന്റെ സാരം. തന്നിൽ വിശ്വസിച്ച് പരിപൂർണമായി തന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആരാണോ തന്റെ ജീവിതം ധാർമ്മികമായി നയിക്കുന്നത് അവരുടെ യോഗക്ഷേമത്തെ, അവരുടെ രക്ഷയെ ഭഗവാൻ നമ്മൾ അറിയാതെ തന്നെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പരോക്ഷമായിട്ടാണ് ഭഗവാൻ അംബരീഷന് ചക്രം നൽകിയിരുന്നത്. അംബരീഷനോട് പറഞ്ഞ് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതല്ല, ഇതാ പിടിച്ചോളൂ എന്റെ ചക്രം കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതല്ല. അംബരീഷൻ അറിയാതെ അംബരീഷന്റെ രക്ഷയ്ക്ക് ഭഗവാൻ തന്റെ ചക്രത്തെ വിനിയോഗിച്ചിരുന്നു. അതാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ട കഥാഭാഗം. ഇപ്പൊ ഇന്നലെ ഏതുവരെയാ പറഞ്ഞത്? നമ്മള് 49-ാം ശ്ലോകം വരെയാണ് പറഞ്ഞത്. അപ്പോ അംബരീഷന്റെ ഏകാദശി വ്രതം അല്ലെങ്കിൽ ദ്വാദശി വ്രതം 1 വർഷം നീണ്ടു നിൽക്കുന്നത് അവസാനത്തെ
ഏകാദശിക്ക് ദ്വാദശിക്ക് അദ്ദേഹം യമുനാ തീരത്ത് ചെന്ന് 3 ദിവസം ഉപവസിച്ചു. വേണ്ടതുപോലെ ഭഗവാനെ ആരാധിച്ചു അവിടെ വെച്ച്. അത് കഴിഞ്ഞ് ദ്വാദശി പാരണ ചെയ്യാനുള്ള മുഹൂർത്തം അടുത്തു വരുന്നതിന് മുമ്പായിട്ട് ധാരാളം ബ്രാഹ്മണർക്ക് പശുക്കളെ സമൃദ്ധമായി ദാനം ചെയ്ത കഥയൊക്കെ വിസ്തരിച്ചു. സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടി, വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടി, പട്ടുവസ്ത്രങ്ങൾ അലങ്കരിച്ച്, പശുക്കളെ നോക്കാനുള്ളതും കറക്കാനുള്ളതുമായിട്ടുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാ സമൃദ്ധിയോടും കൂടെ 60 കോടി എന്നാണ് പറഞ്ഞത്, അല്ലേ? നിർബുദാനി ഷട്ട് എന്ന് പറഞ്ഞു. നിർബുദങ്ങൾ എന്നാൽ കോടി എന്നും, അല്ല 10 കോടി എന്നും, അത് ഷട്ട് എന്ന് പറഞ്ഞപ്പോൾ 6 × 10 കോടി 60 കോടി പശുക്കളെ ദാനം ചെയ്തു എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ധാരാളം അന്നമൊക്കെ കൊടുത്ത് അവരെയൊക്കെ സമൃദ്ധമായി സന്തോഷിപ്പിച്ച് പാരണ മുഹൂർത്തമായി സ്വയം അംബരീഷൻ പാരണ ചെയ്യാനിരിക്കുന്ന സമയത്താണ് ദുർവാസാവ് മഹർഷി വന്നു ചേർന്നത്. അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ, ഭിക്ഷ കഴിക്കാനായിട്ട്. ആ സമയത്ത് ദുർവാസാവ് തന്റെ മധ്യാഹ്നികം ചെയ്യാനായിക്കൊണ്ട് പോണു പറഞ്ഞ് യമുനാ നദിയിൽ പോയി മുങ്ങിക്കിടന്ന് വേദം ജപിച്ചുകൊണ്ട് കിടന്നു. സമയം കടന്നുപോയി. സോറി. ഹരി ഓം. ഞാൻ ആരാ? ഞാൻ തിരക്കിലാണ്, ക്ലാസ്സിലാണ്. 12:30 ശേഷം ഞാൻ വിളിക്കാം. മനസ്സിലായി. ഞാൻ തിരഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ക്ലാസ്സിലാണ്. ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഫോൺ ഞാൻ ഇവിടെ വെക്കാറില്ല, പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് കൊണ്ടാണ് എടുത്തത്. ഇനി വിളിക്കില്ല. നാരായണ. അപ്പോ ദുർവാസാവ് വരാൻ വൈകുന്നു, മുഹൂർത്തം കഴിയുന്നു. ഇദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ബ്രാഹ്മണരോട്, പണ്ഡിതന്മാരോടെല്ലാം ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിഥിയായി ക്ഷണിച്ച മഹാത്മാവായ ദുർവാസാവിനെ അതിക്രമിച്ചാൽ അതിന്റെ ദോഷമുണ്ട്. എന്നാൽ 1 വർഷമായി നീണ്ടു ചെയ്ത അനുഷ്ഠാനം അത് പൂർത്തീകരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള മുഹൂർത്തത്തിൽ തന്നെ പാരണ ചെയ്യണം. എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതായിട്ടുള്ള സമയത്ത് ബ്രാഹ്മണർ തന്നെ പറഞ്ഞു കൊടുത്തു, ശുദ്ധമായ ജലം കൊണ്ട് പാരണ ചെയ്യുക. ജലം കുടിച്ചതുകൊണ്ട്, പാരണ ചെയ്തതുകൊണ്ട് ദോഷമില്ല. അത് അശിച്ചതിനും അശിക്കാത്തതിനും തുല്യം തന്നെയാണ്. ഹ്യശിതം ന അശിതം തത് എന്ന് പറഞ്ഞു. പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യശിതം ന അശിതം ച തത്. വേദത്തിലും മറ്റുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ കാര്യം. അപ്പോൾ വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരാണ് പറഞ്ഞു കൊടുത്തത്, വെള്ളം കഴിച്ചാൽ അശിതവുമാണ് അശിതവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജർഷിയായ അംബരീഷൻ വെള്ളം കൊണ്ട് പാരണ വീട്ടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ചിന്തയൻ മനസാച്യുതം എന്നിട്ട് ദ്വിജാഗമനമേവ പ്രത്യചഷ്ട ആ ദുർവാസാവിന്റെ ആഗമനത്തെ എതിർനോക്കി തന്നെ ഇരുന്നു. അദ്ദേഹം വരട്ടെ, എന്നിട്ടേ താൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള വ്രതത്തോടുകൂടെ ഇരുന്നു. ദുർവാസ യമുനാകൂലാത് കൃതാവശ്യക അഗതഃ രാജ്ഞാ അഭിനന്ദിത തസ്യ ബുബുദേ ചേഷ്ടിതം ദിയ. ദുർവാസാവ് യമുനാ തീരത്തു നിന്ന് തന്റെ ആവശ്യകം കഴിഞ്ഞ, തന്റെ നിത്യകർമ്മം കഴിഞ്ഞ്, മാധ്യാഹ്നികം കഴിഞ്ഞ് തിരിച്ചു വന്നു. രാജാവ് അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സ്വീകരിച്ചു. എന്നാൽ തന്റെ
ബുദ്ധി കൊണ്ട് ഊഹിച്ചെടുത്തു രാജാവിന്റെ ചേഷ്ടിതം. അദ്ദേഹം പാരണ വീട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി മന്യുനാ പ്രചലദ്ഗാത്രോ ഭൃകുടീകുടിലാനനഃ ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിമഭാഷത. കോപം കൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടുകൂടെ വളഞ്ഞ പുരികക്കൊടിയോടുകൂടി തുറച്ചു നോക്കിക്കൊണ്ട്, അതുപോലെ വിശപ്പ് കൊണ്ട് പീഡിതനുമാണ്. സുതരാം ബുഭുക്ഷിതഹാച്ച, നല്ല വിശപ്പിൻ്റെതായിട്ടുള്ള പീഡയുമുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രോധത്തോടുകൂടെ, അത് പൊതുവെ വിശപ്പുള്ളപ്പോൾ നമുക്ക് ക്രോധം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ പരീക്ഷിത്ത് രാജാവിനും അതാണല്ലോ പറ്റിയത്. ആ ഇരിക്കുന്ന ശ്രോതാവ് പരീക്ഷിത്ത് രാജാവാണ്. അദ്ദേഹത്തിനും വനത്തിൽ വെച്ച് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ശമീക മഹർഷിയുടെ കഴുത്തിലേക്ക് ചത്ത പാമ്പിനെ എടുത്തിട്ടിട്ട് ദേഷ്യപ്പെട്ടു പോയത്. അപ്പോൾ വിശപ്പ് നമ്മുടെ സ്വഭാവത്തെ മാറ്റും, തമോ ഗുണത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിം അഭാഷത, തന്റെ നേർക്ക് അഞ്ജലി കൂപ്പി നിൽക്കുന്ന രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണോഹോ അഭക്തസ്യ ഈശമാനിനഃ. കണ്ടില്ലേ, ക്രൂരനും ദുഷ്ടനുമായിട്ടുള്ള ഐശ്വര്യമതം കൊണ്ട് അഹങ്കരിക്കുന്നവനായിട്ടുള്ള ഈ രാജാവിന്റെ, വിഷ്ണുവിന്റെ ഭക്തനല്ല ഇവൻ, അഭക്തനാണ്, സ്വയം ഈശമാനിയാണ്, ഞാനാണ് ഈശ്വരൻ എന്ന് മാനിക്കുന്ന ഇവന്റെ ധർമ്മവ്യതിക്രമം കണ്ടില്ലേ. എന്നെ അതിഥിയായി ആദിത്യന നിമന്ത്രണം ചെയ്തിട്ട് എനിക്ക് നൽകാതെ അവൻ ഭുജിച്ചിരിക്കുന്നു. അവൻ ഇപ്പൊ തന്നെ ഞാൻ ഫലം നൽകുന്നുണ്ട്. തസ്യ ദർശയേ ഫലം സദ്യസ്തേ ദർശയേ ഫലം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ജടയെ അഴിച്ച് രോഷദീപിതനായിട്ട് ആ ജടയിൽ നിന്ന് ഒരു കൃത്യയെ നിർമ്മിച്ചു. കാലാനലോപമാം, പ്രളയകാലത്ത് അഗ്നിക്ക് സമാനമായിട്ട് ജ്വലിച്ചു വരുന്ന ഒരു കൃത്യയെ നിർമ്മിച്ചു. ആ കൃത്യ അംബരീഷന്റെ നേരെ പാഞ്ഞു വരികയാണ്, ജ്വലിച്ചുകൊണ്ട്, കയ്യിൽ വാളേന്തിക്കൊണ്ട്, അതിന്റെ പദം കൊണ്ട് ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട്. അത് കണ്ടിട്ടും അല്പം പോലും ഭയമില്ലാതെ ചചാല പദാനൃപ, ആ നൃപൻ തന്റെ പദാത് താൻ നിന്നിടത്ത് നിന്ന് ചചാല, അല്പം പോലും ഒന്ന് ചലിച്ചില്ല, ഒരു കാൽ പോലും പിന്നോട്ട് വെച്ചില്ല, ഭയപ്പെട്ടതേയില്ല. ആ സമയത്താണ് ഭൃത്യരക്ഷായാം മഹാത്മനാ പുരുഷേണ പ്രാഗ്ദിഷ്ടം, തന്റെ ഭൃത്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാനാൽ മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള ആ ചക്രം കൃത്യാം ദദാഹ, ആ കൃത്യയെ ദഹിപ്പിച്ചു കളഞ്ഞു. ഏതുപോലെ ക്രുദ്ധാഹിം ഇവ പാവകഃ, പാമ്പ് അഗ്നിയുടെ നേരെ കോപിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ആ അഗ്നി എങ്ങനെയാണോ പാമ്പിനെ വിഴുങ്ങുക, ദഹിപ്പിച്ചു കളയുക, അതുപോലെ തദഭിദ്രവതുദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീപ്സയാ. അവസാനം കൃത്യയെ നശിപ്പിച്ച ശേഷം ആ ചക്രം ദുർവാസാവിന്റെ നേരെ പാഞ്ഞു വരികയാണ്. അത് കണ്ടിട്ടും, തന്റെ പ്രയത്നം നിഷ്ഫലമായതും കണ്ടിട്ട് ദുർവാസാവ് ഭീതനായി ദിക്ഷു ദുദ്രുവേ, ദിക്കുകളിലേക്ക് ദ്രവിച്ചു, പാഞ്ഞു. പ്രാണപരീപ്സയ, തന്റെ പ്രാണൻ രക്ഷിക്കാനുള്ള ഇച്ഛയോടുകൂടെ അദ്ദേഹം പായുകയാണ് ദിക്കുകൾ തോറും. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. തുടരാം. തമന്വദാവത് ഭഗവത് രഥാംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യദാഹിം തഥാനുശക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷു പ്രസസാരമേരോഃ. തമന്വദാവത് ഭഗവദ്രഥാംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യദാഹിം തദാനുശക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷു പ്രസസാരമേരോഃ. തം അന്വദാവത് ഭഗവത് രഥാംഗം, ഭഗവാന്റെ രഥാംഗം, രഥാംഗം എന്ന് പറഞ്ഞാൽ ചക്രം എന്നർത്ഥമാണ്, രഥത്തിന്റെ അവയവം, ഇവിടെ ചക്രം. അപ്പൊ ഭഗവാന്റെ ആ ചക്രം, സുദർശന ചക്രം, തം അന്വദാവത്, അവനെ അനുധാവനം ചെയ്തു, അവന്റെ പുറകെ പാഞ്ഞു എന്നർത്ഥം. ഏതുപോലെ യഥാ അഹിം ദാവാഗ്നിരുദ്ധൂതശിഖഃ,
ദാവാഗ്നി എന്ന് പറഞ്ഞാൽ കാട്ടുതീയ്, അതിന്റെ ഉദ്ധൂതമായ ശിഖ, ജ്വലിക്കുന്നതായിട്ടുള്ള ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള ജ്വാല എങ്ങനെയാണോ ഒരു സർപ്പത്തിന്റെ നേരെ പായുക. കാട്ടിലെ ധാരാളം സർപ്പങ്ങളുണ്ടാവും. കാട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ സർപ്പങ്ങള് പെട്ടെന്ന് ഓടില്ല. സർപ്പങ്ങൾ എന്ത് ചെയ്യും? ഈ ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നിയെ കണ്ടിട്ട് തന്റെ ശത്രുവാണെന്ന് കരുതി അതിന്റെ നേരെ ഭണം പടർത്തി ആക്രമിക്കാനായിട്ട് നിൽക്കും. അവസാനം ചുട്ടു പൊള്ളുമ്പോഴേ അത് പലായനം ചെയ്യുള്ളൂ. അതുവരേക്ക് എതിർത്ത് നിൽക്കാനായിട്ടൊക്കെ നോക്കും. അപ്പൊ അതിന്റെ എന്താ പറയുക, സ്വന്തം നാശം അതിന്റെ കോപം തന്നെയാണ് വരുത്തി വെക്കുക. അതിന്റെ കോപം കൊണ്ട് അത് സ്വയം നശിക്കുന്നർത്ഥം. നേരത്തെ ഓടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, അല്ലെ? മറ്റു ജന്തുക്കളൊക്കെ ഓടും പോലെ. ഇവിടെ അങ്ങനെയല്ല, അറിവില്ലായ്മ കൊണ്ട് എതിരെ നിൽക്കും. അപ്പൊ യഥാ അഹിം ദാവാഗ്നിരുദ്ധൂത ശിഖ, ആ കാട്ടുതീയെ ജ്വലിച്ചു വരുമ്പോൾ അതെങ്ങനെയാണോ ഇനിയിപ്പോ സർപ്പം പാഞ്ഞാലും അതിന്റെ പുറകെ പോയിട്ട് അതിനെ ദഹിപ്പിക്കുന്നത്, അതുപോലെ ഇദ്ദേഹത്തെ പുറകെ പായുകയാണ്. തഥാ അനുഷക്തം മുനിരീക്ഷമാണ്. അപ്രകാരം തന്റെ അനുഷക്തം അനുസക്തം തന്നെയാണ്, തന്റെ പുറകെ ഒട്ടി വരുന്നത് എന്നർത്ഥം. തന്റെ പിന്നിൽ നിന്ന് മാറാതെ ശക്തമായി ഒട്ടി വരുന്നത് അനുഷക്തം. ആ മുനിഹി തിരിഞ്ഞു നോക്കുന്നുണ്ട്, തന്റെ പുറകിൽ തന്നെ ഉണ്ടോ എന്ന്. ഈക്ഷമാണ്, അങ്ങനെ നോക്കിക്കൊണ്ട് ഗുഹാം വിവിക്ഷുഹു പ്രസസാര മേരോഹോ, ആ മേരുപർവ്വതത്തിലേക്ക് പ്രസരിച്ചു, പാഞ്ഞു ചെന്നു എന്നർത്ഥം. എന്തിനായിക്കൊണ്ട്? അവിടെ ഗുഹാം വിവിക്ഷുഹു, അതിൽ ഏതെങ്കിലും ഒരു ഗുഹയിൽ പ്രവേശിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവിടേക്ക് ഈ ചക്രത്തിന് വഴിയറിയില്ല, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറിപ്പോക്കോളും എന്ന് വിചാരിച്ചിട്ടോ എന്നറിയില്ല. മേരുപർവ്വതത്തിലെ ഒരു ഗുഹയിലേക്ക് കയറാനായിക്കൊണ്ട് പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറിപ്പോയി. തമന്വദാവത് ഭഗവദ്രഥാംഗം ദാവാഗ്നിരുദ്ധൂത ശിഖോ യദാഹിം തദാനുഷക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷുഃ പ്രസസാരമേരോഹോ. ദിശോ നഭക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകാൻ സപാലാഃ ത്രിദിവം ഗതഃ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശ. ദിശോ നഭക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകാൻ സപാലാൻ ത്രിദിവം ഗതഃ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശ. ദിശോ നഭഃ ക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകാൻ സപാലാൻ ത്രിദിവം ഗതഃ. ഇനി എവിടെയൊക്കെ പോയില്ല, പോയ സ്ഥലങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് തരികയാണ്. ദിശഃ 8 ദിക്കുകളിലേക്കും എന്ന് പറയാം. നഭഃ മുകളിലോട്ടും ആകാശത്തേക്കും അദ്ദേഹം പറക്കാൻ നോക്കി. ക്ഷ്മാം ഭൂമിയിലേക്കും. വിവരാൻ, വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ പാതാളാദി ലോകങ്ങളെയാണ് വിവരങ്ങൾ എന്ന് പറയുക. ഗുഹകൾ, ദ്വാരങ്ങൾ, അധോലോകങ്ങൾ, ഇതൊക്കെ വിവരങ്ങളാണ്. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ ആ വഴിക്കൊക്കെ പാഞ്ഞു എന്നർത്ഥം. അതുപോലെ അധോലോകങ്ങളിലേക്കും സമുദ്രങ്ങളിലേക്ക് പാഞ്ഞു നോക്കി. സപാലാൻ ലോകാൻ, പാലന്മാരോടുകൂടിയതായിട്ടുള്ള ലോകങ്ങളിലേക്കും, ലോകപാലന്മാര് ഓരോരോ ലോകത്തിനും ഓരോ പാലന്മാർ, പല ലോകങ്ങളിലേക്കും. ത്രിദിവം, സ്വർഗലോകത്തിലേക്കും സഹഗത, അദ്ദേഹം ഗമിച്ചു. യതഃ ധാവതി തത്ര തത്ര ദുഷ്പ്രസഹം സുദർശനം ദദർശ. എവിടെയൊക്കെ അദ്ദേഹം ഓടിയോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ തൊട്ടു പുറകായിട്ട് അദ്ദേഹത്തെ ദഹിപ്പിക്കാനായിക്കൊണ്ട് ആ സുദർശനം, ദുഷ്പ്രസഹം, പ്രകർഷേണ സഹിക്കാൻ പറ്റാത്തത്, ദുഃഖേന മാത്രം സഹിക്കാൻ പറ്റുന്ന, ഒട്ടും സഹിക്കാൻ പറ്റാത്തത് എന്നർത്ഥം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സുദർശനം തന്റെ പിന്നാലെ തന്നെ എന്താ പറയുക ദഹിപ്പിക്കാനായിക്കൊണ്ട് പാഞ്ഞു വരുന്നത് കണ്ട് എവിടെയും രക്ഷയില്ല, പോകാത്ത സ്ഥലങ്ങളില്ല. പാതാളാദി ലോകങ്ങളിലും ഊർധ്വലോകങ്ങളില് സ്വർഗാദികളില് എല്ലായിടത്തും പോയി കഴിഞ്ഞു. സമുദ്രത്തിൽ ചെന്നൊളിക്കാന്ന് വിചാരിച്ച അവിടെയും രക്ഷയില്ല. എല്ലാ ദേവന്മാരും കൈവിട്ടു. അയ്യോ, ഇവിടെ നിൽക്കരുത്, ഇവിടെ മുഴുവൻ ദഹിപ്പിച്ചു കളയും, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ദയവ് ചെയ്തൊന്ന് പോയി തരൂ എന്ന് എല്ലാവരും ഇദ്ദേഹത്തെ അപേക്ഷിച്ചിട്ടുണ്ടാവും. മാത്രമല്ല അദ്ദേഹത്തിന് ഉറപ്പായി അത് താൻ അവിടെ നിന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും തന്നെ രക്ഷിക്കാൻ കഴിയില്ല, ഇവരെയും കൂടി ദഹിപ്പിക്കും ആ ചക്രം, അതുകൊണ്ട് താൻ രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് കരുതി പ്രാണപരീപ്സയ, തന്റെ പ്രാണൻ രക്ഷിക്കാനായിക്കൊണ്ട് അദ്ദേഹം പാഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിടത്തും
എന്താ പറയുക, ഗതിയില്ലാതെ. അങ്ങനെ അലബ്ധനാദസയദാ കുതശ്ചിതം സന്ത്രസ്തചിത്തോരണമേഷമാണഃ ദേവം വിരിഞ്ചം സമഗാദ്വിദാദഃ ത്രാഹ്യാത്മയോനേ അജിത തേജസോ മാം. അലബ്ധനാദസയദാ കുതശ്ചിത് സന്ത്രസ്തചിത്തോ അരണമേഷമാണഃ ദേവം വിരിഞ്ചം സമഗാദ്വിദാദഃ ത്രാഹ്യാത്മയോനേ അജിത തേജസോ മാം. അദ്ദേഹം അവസാനം എവിടെ എത്തി എന്ന് പറയുന്നത്, സഹ യഥാ കുതശ്ചിത് അലബ്ധനാദഃ, യഥാ എപ്പോഴാണോ കുതശ്ചിത് ഒരിടത്തും അലബ്ധനാദഃ നാഥനെ ലഭിക്കാതിരുന്നത്, ശരണം ലഭിക്കാതിരുന്നത്, തന്നെ രക്ഷിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല, ആരും വാഗ്ദാനം ചെയ്തില്ല. തഥാ സംത്രസ്ത ചിത്ത, അപ്പോൾ വളരെ ഭയപ്പെടുന്നതായിട്ടുള്ള മനസ്സോട് കൂടിയവനായിട്ട്, വിറയ്ക്കുന്ന മനസ്സോടുകൂടെ അരണം ഏഷമാണ്, അരണം ശരണം തന്നെയാണ് അരണം. അപ്പൊ തനിക്ക് ശരണം ഏഷമാണ് എന്ന് പറഞ്ഞാൽ ഈക്ഷിക്കുന്നവനായിട്ട്, അന്വേഷിക്കുന്നവനായിട്ട്, അനുഏഷമാണ് തന്നെയാണ് അന്വേഷമാണ്. ഇവിടെ ഏഷമാണ് അന്വേഷിക്കുന്നവനായിട്ട്, ദേവം വിരിഞ്ചം സമഗാത്, ദേവനായ വിരിഞ്ചനെ, സൃഷ്ടികർത്താവായ പിതാമഹനായ ബ്രഹ്മദേവനെ തന്നെ ശരണം പ്രാപിച്ചു. എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത്, വിദാദഃ, വിളിച്ചോണ്ടേ ചെല്ലണ്, വിദാതാവേ, സൃഷ്ടികർത്താവേ, ആത്മയോനേ, താൻ തന്നെ തനിക്ക് യോനിയായിരിക്കുന്നവൻ, സ്വയംഭൂവായിരിക്കുന്നവൻ എന്നർത്ഥം, മറ്റൊരു ഉത്ഭവമില്ലാത്തവനെ, അജനായിരിക്കുന്നവനെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെ സ്തുതിച്ചുകൊണ്ട്, അങ്ങ് സ്വതന്ത്രനാണല്ലോ എന്നർത്ഥത്തില് ആത്മയോനെ അജിത തേജസഃ മാം ത്രാഹി, ആ അജിതന്റെ തേജസ്സിൽ നിന്ന്, ഭഗവാന്റെ ആ ചക്രത്തിൽ നിന്ന് മാം ത്രാഹി, എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ആ ബ്രഹ്മദേവന്റെ അടുത്തേക്ക്, പിതാമഹന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എന്നാൽ ബ്രഹ്മദേവനോ അവിടുന്ന് പേടിച്ച് വരച്ചുകൊണ്ട് മറുപടി പറയണം. ബ്രഹ്മോവാച സ്ഥാനം മദീയം സഹ വിശ്വമേതത് ക്രീഡാവസാനേ ദ്വിപരാർദ്ധസംജ്ഞേ ബ്രൂഭംഗമാത്രേണ ഹി സന്ധി ദക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. ബ്രഹ്മോവാച സ്ഥാനം മദീയം സഹ വിശ്വമേതത് ക്രീഡാവസാനേ ദ്വിപരാർദ്ധസംജ്ഞേ ബ്രൂഭംഗമാത്രേണ ഹി സന്ധി ദക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. ബ്രഹ്മാവ് ദുർവാസാവിനെ നോക്കി പറയണം, സ്ഥാനം മദീയം, എന്റെ ഈ ഇരിക്കുന്ന സ്ഥാനം, ഈ ബ്രഹ്മലോകം, ഈ സത്യലോകം, സഹ വിശ്വം ഏതത്, ഈ ലോകമുണ്ടല്ലോ അത് വിശ്വത്തോടുകൂടെ എന്തായി സംഭവിക്കും, ക്രീഡാവസാനേ ദ്വിപരാർദ്ധ സംജ്ഞേ, ദ്വിപരാർദ്ധ സംജ്ഞ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആയുസ്സാണ്. ദ്വിപരാർദ്ധം, രണ്ട് പരാർദ്ധങ്ങളോട് കൂടിയതായിട്ടുള്ള ബ്രഹ്മാവിന്റെ 100 വയസ്സ്, ആ ദ്വിപരാർദ്ധം എന്ന സംജ്ഞയോട് കൂടിയതായിട്ടുള്ള എന്റെ ഈ സ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഈ സ്ഥാനം എത്ര കാലത്തോളം, എന്റെ ആയുസ് പര്യന്തം മാത്രമാണ് ഈ സത്യലോകം നിലനിൽക്കുക. അത് ക്രീഡാവസാനേ, ആ ഭഗവാന്റെ ലീലയുടെ അവസാനത്തിൽ, സൃഷ്ടിലീല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ഭഗവാന്റെ ലീല, ഭഗവാന്റെ നാടകം അവസാനിക്കുന്നതായിട്ടുള്ള സമയത്ത് തിരശ്ശീല വീഴും. ഭഗവാൻ നാടകത്തിന് വേണ്ടി കെട്ടിവെച്ചിട്ടുള്ള ചില സ്റ്റേജുകളാണ്, ചില വേദികളാണ് ഇതെല്ലാം. അപ്പൊ ഭഗവാന്റെ ക്രീഡാവസാനത്തിൽ ഈ എന്റെ സ്ഥാനവും, ഏതത് മദീയം സ്ഥാനം സഹ വിശ്വം സന്ദിദക്ഷോഹോ കാലാത്മനഃ യസ്യ, ഇതിനെ സമ്യക്കായി ദിദക്ഷു, ദഹിപ്പിക്കാൻ ഇച്ഛിക്കുന്നവൻ. എന്നായാലും ഭഗവാൻ എന്റെ ആയുസ് കഴിയുന്നതോടുകൂടി, എന്റെ ദ്വിപരാർദ്ധകാലം കഴിയുന്നതോടുകൂടി ദഹിപ്പിക്കാനിരിക്കുകയാണ്. അങ്ങനെ ദഹിപ്പിക്കാൻ ഇച്ഛിച്ചിരിക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഭ്രൂഭംഗമാത്രേണ തിലോഭവിഷ്യതി, ആ ഭഗവാന്റെ ഭ്രൂഭംഗം, പുരികത്തിന്റെ ചലനം, ഒന്ന് വെട്ടിച്ചാൽ മതി പുരികം, അതുകൊണ്ട് മാത്രം തന്നെ തിരോഭവിഷ്യതി, തിരശ്ശീലേക്ക് പുറകിലേക്ക് പോകും, ഇത് കാണാതെയാവും. അത്രയും പ്രഭാവമുള്ള ആളാണ് ഭഗവാൻ. അപ്പൊ അദ്ദേഹം എന്തായാലും
എന്റെ ദ്വിപരാർദ്ധ കാലം കഴിയുമ്പോൾ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭ്രൂഭംഗ മാത്രം കൊണ്ട് കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇതിനെ നശിപ്പിക്കുക, അത് ഇപ്പൊ തന്നെ വരുത്തി വെക്കരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുർവാസാവിനെ അവിടുന്ന് തൽക്കാലം ഒഴിവാക്കി തരാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്ഥാനം മദീയം സഹ വിശ്വമേതത് ക്രീഡാവസാനേ ദ്വിപരാർദ്ധ സംജ്ഞേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധി ദക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. അഹം ഭവോ ദക്ഷ ഭൃഗുപ്രധാനാഃ പ്രജേശ ഭൂദേശ സുരേശ മുഖ്യാഃ സർവേ വയം യന്നിയമം പ്രപന്നാഃ മൂർധ്ന്യർപ്പിതം ലോകഹിതം വഹാമഃ. അഹം ഭവോ ദക്ഷ ഭൃഗുപ്രധാനാഃ പ്രജേശ ഭൂദേശ സുരേശ മുഖ്യാഃ സർവേ വയം യന്നിയമം പ്രപന്നാഃ മൂർധ്ന്യർപ്പിതം ലോകഹിതം വഹാമഃ. അഹം ഈ ഉള്ളവനും ഭവഃ മഹാദേവനും ദക്ഷ ഭൃഗു പ്രധാനഃ പ്രജാപതികളായിരിക്കുന്ന ദക്ഷൻ ഭൃഗു മുതലായിട്ടുള്ളവരും പ്രജേശ ഭൂതേശ സുരേശ മുഖ്യാഃ പ്രജേശന്മാർ മറ്റു പ്രജാപതിമാരായിട്ടുള്ളവരൊക്കെ, ഭൂതേശന്മാർ ഭൂതങ്ങളെയെല്ലാം ഈശിക്കുന്നതായിട്ടുള്ള ഭൂതനാഥന്മാരായിട്ടുള്ളവർ, സുരേശന്മാർ ദേവന്മാരുടെ ഈശന്മാരായിട്ടുള്ളവർ, അവർക്കും മുഖ്യാഹ എല്ലാവർക്കും സർവേ വയം നിയമം പ്രപന്നാഹ ഞങ്ങളെല്ലാവരും തന്നെ ഏതൊരുവന്റെ നിയമത്തെ ആശ്രയിച്ചുകൊണ്ടാണ്, അവന്റെ നിയമത്തെ പരിപാലിച്ചുകൊണ്ടാണ്, അതിന് വിധേയരായിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. മൂർധിനി അർപ്പിതം ലോകഹിതം വഹാമഹ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മൂർധിനി ഞങ്ങളുടെ ശിരസില് അവൻ അർപ്പിച്ചു തന്നിട്ടുണ്ട്, അവൻ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങളും ഞങ്ങൾക്ക് ഓരോ ഡ്യൂട്ടികളും. അപ്പൊ ഞങ്ങൾക്ക് ഓരോ വേഷം അദ്ദേഹം കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ ലോകമാകുന്ന നാടകവേദിയില് ഞങ്ങൾക്ക് ഓരോ റോൾ തന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നടന്മാർക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ തിരക്കഥാകൃത്തും സംവിധായകനും നിശ്ചയിക്കും നടൻ എന്ത് ചെയ്യണമെന്ന്. ഇവിടെ എല്ലാം ഭഗവാൻ തന്നെയാണ്. പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും റോളുകൾ. അപ്പൊ അത് നിർവഹിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു സ്വാതന്ത്ര്യമില്ല. വേറൊരാളെ റെക്കമെൻഡ് ചെയ്യാനോ വേറൊരാൾക്ക് വേണ്ടി ഒരു സ്ഥാനം കൊടുക്കാനോ ഞങ്ങൾ അസ്വതന്ത്രരാണ്. ഞങ്ങളുടെ റോള് തന്നെ പോയി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ലോകഹിതം വഹാമഹ അദ്ദേഹം ഏൽപ്പിച്ച ലോകഹിതത്തെ, അദ്ദേഹം ഏൽപ്പിച്ച പ്രവൃത്തികളെ ഞങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ശിരസ്സിൽ അർപ്പിച്ചതിനെ മാത്രം ഞങ്ങൾ നിർവഹിക്കുന്നു. ഞങ്ങൾ വേറൊരാളുടെ കാര്യത്തിലേക്ക് തലയിടാറില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ അദ്ദേഹം വേണ്ടതെല്ലാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഒഴിവാക്കി തരൂ എന്ന് അപേക്ഷയായിരുന്നു. അഹം ഭവോ ദക്ഷഭൃഗുപ്രധാനാഃ പ്രജേശ ഭൂതേശ സുരേശ മുഖ്യാഃ സർവേ വയം നിയമം പ്രപന്നാഃ മൂർധ്ന്യർപ്പിതം ലോകഹിതം വഹാമഹ. ഇവർക്കൊക്കെ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. നമുക്കും അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലേ? നമ്മൾ വേണ്ടാത്ത പരിപാടികൾക്കൊന്നും പോവില്ലായിരുന്നു. അറിയണം. അറിയാനാണ് വർണ്ണാശ്രമധർമ്മം അറിയേണ്ടത്. നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയാനുള്ളതാണ് ഭഗവാന്റെ നിയമങ്ങൾ, ഭഗവാന്റെ പ്രമാണങ്ങൾ, ഭഗവാന്റെ ശാസ്ത്രങ്ങൾ. അതിൽ നിന്ന് വേണം നമ്മുടെ റോൾ ഐഡന്റിഫൈ ചെയ്യാൻ, എന്നിട്ട് നമ്മുടെ കർത്തവ്യങ്ങളെ നിർവഹിക്കാനായിട്ട്. ഇങ്ങനെ ബ്രഹ്മദേവൻ നിസ്സഹായനായി കൈയൊഴിഞ്ഞു. ശ്രീശുക ഉവാച പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാപിതഃ ദുർവാസാ ശരണം ജാതഃ സർവം കൈലാസവാസിനം. ശ്രീശുക ഉവാച പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാപിതഃ ദുർവാസാ ശരണം ജാതഃ സർവം കൈലാസവാസിനം. സുഖബ്രഹ്മർഷി തുടരുന്നു. പ്രത്യാഖ്യാതഃ വിരിഞ്ചേന, വിരിഞ്ചേന പ്രത്യാഖ്യാതഃ, ആ വിരിഞ്ചനാൽ ബ്രഹ്മദേവനാൽ പ്രത്യാഖ്യാതൻ എന്ന് പറഞ്ഞാലോ നിരാകരിക്കപ്പെട്ടു എന്നർത്ഥം. വിപരീതമായി പറയപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ പ്രത്യാഖ്യാതനായിട്ട് വിഷ്ണുചക്ര
ഉപതാപിത, തന്റെ പുറകിൽ തന്നെയുണ്ട് വിഷ്ണു ചക്രം. അതുകൊണ്ട് നല്ലതുപോലെ തപിക്കുന്നവനായിക്കൊണ്ട്, ഭയപ്പെടുന്നവനായിക്കൊണ്ട്, ദഹിപ്പിക്കപ്പെടുന്നവനായിക്കൊണ്ട് ദുർവാസാഹ ശരണം യാത, ശരണം പ്രാപിച്ചു. ആരെ? കൈലാസവാസിനം ശർവം, തന്റെ പിതാവിന്റെ അടുത്തേക്ക് തന്നെ പാഞ്ഞു ചെന്നു. അല്ലേ? മഹാദേവന്റെ അംശമാണ് ദുർവാസാവ്. നമ്മൾ കഥയൊക്കെ മുമ്പേ കണ്ടിട്ടുണ്ട്. അത്രി, അനസൂയ, അവരുടെ ആ ദമ്പതികൾക്ക് ത്രിമൂർത്തികളിൽ നിന്നുണ്ടായ സന്തതികളാണ്. ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന് സോമനും, ഭഗവാന്റെ വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് ദത്താത്രേയനും, രുദ്രാംശത്തിൽ നിന്ന് ദുർവാസാവും. അപ്പോൾ സ്വന്തം പിതാവിന്റെ അടുത്തേക്ക് തന്നെ കൈലാസത്തിലേക്ക് പാഞ്ഞു ചെന്നു. ശർവനെ ശരണം പ്രാപിച്ചു, മഹാദേവനെ ശരണം പ്രാപിച്ചു. ശ്രീ രുദ്ര ഉവാച വയം നതാത പ്രഭവാമ ഭൂമുനി യസ്മിൻ പരേണ്യേപി അജജീവകോശാഃ ഭവന്തി കാലേന ഭവന്തി ഹീദൃശാഃ സഹസ്രശോ യത്ര വയം ഭ്രമാമഃ. ശ്രീരുദ്ര ഉവാച വയം നതാത പ്രഭവാമ ഭൂമുനി യസ്മിൻ പരേണ്യേപി അജജീവകോശാഃ ഭവന്തി കാലേ ന ഭവന്തി ഹീദൃശാഃ സഹസ്രശോ യത്ര വയം ഭ്രമാമഃ. ശ്രീരുദ്രൻ മറുപടി പറയാണ്, അല്ലെങ്കിൽ അഭയം പ്രാപിച്ച തന്റെ പുത്രനെ തന്നെ നിരാകരിക്കുകയാണ് തന്റെ നിസ്സഹായത പറഞ്ഞുകൊണ്ട്. വയം ന താത പ്രഭവാമ ഭൂമിനി, ഹേ താത, മോനെ, വത്സ, വയം ഞങ്ങൾ, ഭൂമിനി ന പ്രഭവാമ, ഭൂമാവായിരിക്കുന്ന ഭഗവാനിൽ ഞങ്ങൾക്ക് യാതൊരു പ്രഭാവവുമില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്വാധീനിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അദ്ദേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. അല്ലാതെ ഞങ്ങൾക്ക് തിരിച്ച് അങ്ങേരെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമല്ല. ഞങ്ങൾ ഭൂമാവായിരിക്കുന്ന ഭഗവാനിൽ, ഭൂമാ ആണ് ഏറ്റവും വലിയവൻ, ബ്രഹ്മം തന്നെയാണ് ഭൂമ. അപ്പൊ ആ വലിയവനായിരിക്കുന്ന ഭഗവാനിൽ ഞങ്ങൾക്ക് യാതൊരു പ്രഭാവവുമില്ല. കാരണം യസ്മിൻ പരേ അന്യേപി അജജീവകോശാഹ, യസ്മിൻ ഏതൊരു ഭൂമാവായിരിക്കുന്ന പരനായിരിക്കുന്ന അവനിൽ ഇതുപോലെ തന്നെ ഈദൃശാഹ ജീവകോശാഹ ഭവന്തി, അജജീവകോശാഹ ഭവന്തി. അജജീവകോശം എന്ന് പറഞ്ഞാല് ബ്രഹ്മാണ്ടം എന്നർത്ഥം. ജീവകോശം അണ്ടം, അജജീവകോശം അജൻ ബ്രഹ്മദേവൻ. അപ്പൊ ബ്രഹ്മ പ്ലസ് അണ്ടം ബ്രഹ്മാണ്ടം, അജജീവകോശാഹ. അപ്പൊ ഈ ഭഗവാനിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭവിക്കുന്നു. അവന്റെ ശരീരത്തിനകത്തും പുറത്തുമായിട്ട് അവൻ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ അനുസരിച്ച് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്കും അകത്തേക്കും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന അവന്റെ മുമ്പിൽ ഒരു ബ്രഹ്മാണ്ടത്തിൽ മാത്രം വസിക്കുന്നവരായ ഈ ഞങ്ങൾ എത്ര നിസ്സഹായരാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈദൃശാഹ അജജീവകോശാഹ അന്യേ സഹസ്രശഃ കാലേ ഭവന്തി കാലേ ന ഭവന്തി. അത് കാലങ്ങളിൽ അത് ഭവിച്ചുകൊണ്ടിരിക്കുന്നു, ന ഭവന്തി ഇല്ലാതായിക്കൊണ്ടും ഇരിക്കുന്നു. വന്നും പോയിക്കൊണ്ടും ഇരിക്കേണ്ട ഇങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അതിൽ ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിൽ ഒരു അരികത്തിരിക്കുന്ന ഈ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് ഞങ്ങളെയൊക്കെ അറിയുവോ, അല്ലെ? ഞങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യുവോ? അറിയോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല. സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ അറിവിൽപ്പെട്ടതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിലുള്ള സകലതും. പറയുമ്പോൾ നമ്മൾ പറയില്ലേ സാധാരണ ഭാഷയിൽ, ഞങ്ങളെയൊക്കെ അറിയുവോ, മൈൻഡ് ചെയ്യുവോ? ഇപ്പോൾ വലിയ വലിയ കമ്പനി ചെയർമാൻമാർക്ക് അവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള ഒരു പ്യൂണിനെയൊക്കെ അറിയാൻ വഴിയുണ്ടോ? അതുപോലെ ഉപമിച്ചുകൊണ്ട് ഭഗവാൻ ഇതുപോലെ മനുഷ്യനെ പോലെയുള്ള അവസ്ഥയല്ല, സർവജ്ഞനാണ്. അദ്ദേഹത്തിന് ഓരോ അണുവും നല്ലതുപോലെ അറിയാം. എങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയും, അല്ലേ? അപ്പോ ഈ ഉള്ള ഞങ്ങള് ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു അരികത്തിരിക്കുന്ന അഭിമാനി ദേവതകൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ബ്രഹ്മാണ്ടങ്ങൾ തന്നെ അനേകങ്ങൾ കാലേ ഭവന്തി കാലേ ന ഭവന്തി, കാലാകാലങ്ങളിൽ ഭവിച്ചും ഇല്ലാതെയായിക്കൊണ്ടും ഇരിക്കുന്നു. വയം ഭ്രമാമഹ യത്ര,
ഏതൊരു ബ്രഹ്മാണ്ടങ്ങളിലാണോ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അസ്വതന്ത്രരായിട്ട്. തസ്മിൻ ഭൂമ്നി വയം ന പ്രഭവാമ. അങ്ങനെയുള്ള പരമാത്മസ്വരൂപനായ പരബ്രഹ്മസ്വരൂപനായ ആ വലിയവനിൽ, ആ ഭഗവാനിൽ ഞങ്ങൾക്ക് എന്ത് പ്രഭാവമാണുള്ളത്? ഞങ്ങൾ എന്തു ചെയ്യാനാണ് അദ്ദേഹത്തിനോട്? എങ്ങനെ അദ്ദേഹത്തിന്റെ അസ്ത്രത്തെ തടയാൻ ശക്തരാവും? അതുകൊണ്ട് സാധ്യമല്ല, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറയണം. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജഃ കപിലോപാന്തരതമോ ദേവലോ ധർമ്മ ആസുരിഃ മരീചിപ്രമുഖാശ്ചാന്യേ സിദ്ധേശാഃ പാരദർശനാഃ വിദാമന വയം സർവേ യന്മായാം മായയാവൃതാഃ. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാൻ അജഃ കപിലോപാന്തരതമോ ദേവലോ ധർമ്മ ആസുരിഃ മരീചിപ്രമുഖാശ്ചാന്യേ സിദ്ധേശാഃ പാരദർശനാഃ വിദാമന വയം സർവേ യന്മായാം മായയാവൃതാഃ. ഇപ്പോ ഈ ലോകത്തിൽ പ്രശസ്തരായ പ്രഗത്ഭരായ മഹാജ്ഞാനികളായ ഈശ്വര തുല്യന്മാരായിട്ടുള്ള ആളുകളുടെ പേരെടുത്ത് പറയണം. അഹം, ഞാനും, സനൽകുമാരശ്ച, ആ സിദ്ധന്മാരിൽ, യോഗികളിൽ ഏറ്റവും പ്രഥമനായിരിക്കുന്ന ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ 4 പേരിൽ ഏറ്റവും എടുത്തു പറയപ്പെടുന്ന സനൽകുമാര മഹർഷിയും, നാരദഃ, നാരദനും, ഭഗവാൻ അജഃ, സ്വയം ബ്രഹ്മദേവനും, കപിലഃ, കപില മഹർഷിയും, അപാന്തരതമഃ, അപാന്തരതമൻ എന്ന മഹർഷിയും, അതുപോലെ ദേവലൻ, ധർമ്മൻ, ആസുരി മുതലായ മഹാത്മാക്കളും, മരീചി പ്രമുഖാശ്ച അന്യേ, മരീചി മുതലായ പ്രജാപതികളും, അന്യേ സിദ്ധേശാഹ പാരദർശനാഹ, ഞങ്ങളൊക്കെ പാരദർശനന്മാരാണ്, സർവജ്ഞന്മാരാണ്, ഒരുപാട് കാര്യം തത്വങ്ങൾ അറിയുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങൾ പോലും സർവജ്ഞന്മാരല്ലേ എന്നാണെങ്കിലും വിദാമന വയം സർവേ യൻ മായാം മായയാവൃതാഹ, ഭഗവാന്റെ മായ ആവൃതാഹ, ഭഗവാന്റെ മായ കൊണ്ട് ആവൃതരായിട്ടുള്ളവരാണ് ഞങ്ങള്. അങ്ങനെയുള്ള സർവേ വയം, ഞങ്ങൾ എല്ലാവരും തന്നെ എൻ മായാം ന വിദാമ, അവന്റെ മായയെ മുഴുവനായിട്ടൊന്നും അറിയാൻ കഴിയില്ല. അവൻ എന്തൊക്കെയാണ് നാടകം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തൊക്കെ ലീലകളാണ് ചെയ്യുന്നത്, അതിന്റെയൊന്നും തത്വം മുഴുവനായിട്ടൊന്നും ഞങ്ങൾക്ക് പിടികിട്ടില്ല. എങ്കിലും ഉള്ളതെന്താണ്, അവന്റെ പരമതത്വം മാത്രം ഞങ്ങൾക്കറിയാം. അവന്റെ നാടകത്തിന്റെ പരിപാടി, സ്ക്രിപ്റ്റ് ഒന്നും ഞങ്ങളുടെ കയ്യില് ഇല്ല. അത് തന്നെയാണ് നമുക്ക് ഭഗവാന്റെ തത്വം ശാസ്ത്രങ്ങളിൽ നിന്ന് ഗ്രഹിക്കാം, ഗുരുമുഖത്ത് നിന്ന് ശ്രവിക്കാം, അതിനെ നമുക്ക് അനുഭവമാക്കാം, നമ്മുടെ ജ്ഞാനമാക്കി മാറ്റാം. പക്ഷേ ഈ ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ പറ്റുമോ? ലോകത്തെക്കുറിച്ചിട്ടുള്ള അപരാവിദ്യയിലുള്ള സകലവും ആർക്കെങ്കിലും സ്വന്തമാക്കാൻ പറ്റുമോ, സ്വായത്തമാക്കാൻ പറ്റുമോ? സാധ്യമല്ല. അത് എണ്ണിയാൽ തീരില്ല. കാലാകാലങ്ങളിൽ പുതിയ 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 സംഭവങ്ങൾ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അതിൽ ഭ്രമിക്കാതിരിക്കുകയാണ് ബുദ്ധി. ആവശ്യത്തിന് മാത്രം വ്യവഹാര കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൽ കൂടുതൽ ഭ്രമിച്ച് അതിന്റെ പുറകെ പോയാൽ കൂടുതൽ അസ്വസ്ഥതകൾ വരുത്തി വയ്ക്കാം. ജീവിച്ചു പോകാൻ വേണ്ട ഭൗതികമായിട്ടുള്ള ജ്ഞാനം, വ്യാവഹാരിക ജ്ഞാനം, അത് മാത്രമേ വേണ്ടൂ. വാസ്തവത്തിൽ കൂടുതൽ കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിക്കും തോറും ഭ്രമം കൂടി വരും. ശബ്ദജാലം മഹാരണ്യം. എന്തായാലും നവയം സർവേ വിദാമ എൻ മായാം, ആ ഭഗവാന്റെ മായാലീലകളെ കുറിച്ചൊന്നും വിസ്തരിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അവൻ എന്തൊക്കെയാണ് നാടകം നടക്കുന്നത്, അവനിപ്പോ എന്തുദ്ദേശിച്ചിട്ടാണ് നിന്നെ ഇങ്ങനെ ഈ സുദർശനം കൊണ്ട് പീഡിപ്പിക്കുന്നത്, എന്തായാലും അവൻ നിന്നെ നിഗ്രഹിക്കൊന്നുമില്ല, നീ പേടിക്കണ്ട, അവനെ തന്നെ ശരണം പ്രാപിച്ചോളൂ എന്ന മട്ടില് പറയണം. മായയാവൃത തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം ഹിനഃ തമേവ ശരണം യാഹി ഹരിസ്തേ സംവിദാസ്യതി. തസ്യ വിശ്വേശ്വരസ്യേദം ശസ്ത്രം ദുർവിഷഹം ഹിനഃ തമേവ ശരണം യാഹി ഹരിസ്തേ സംവിദാസ്യതി. തസ്യ വിശ്വേശ്വരസ്യ ഇദം ശസ്ത്രം, ഈ ആയുധമുണ്ടല്ലോ, ഈ വന്നുകൊണ്ടിരിക്കുന്ന ചക്രം, ആ വിശ്വേശ്വരന്റെയാണ്. വിശ്വത്തെ മുഴുവൻ
സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റേതാണ്. അത് ദുർവിഷഹം ഹി നഹ നഹ ദുർവിഷഹ, ഞങ്ങൾക്ക് തടയാൻ പറ്റുന്നതല്ല, ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതല്ല, ഞങ്ങൾക്കതിന് പ്രതിവിധിയില്ല. അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥനെ തന്നെ ശരണം പ്രാപിച്ചോളൂ. തമേവ ശരണം യാഹി, അവനെ തന്നെ ശരണം പ്രാപിച്ചാലും ഹരിഹി തേ സംവിദാസ്യതി, ആ ഹരി നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന, നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവനായിട്ടുള്ള ആ ഹരി നിന്റെ ദുഃഖങ്ങളെ ഹരിച്ചു തരും. തേ സംവിദാസ്യതി, നിനക്ക് മംഗളത്തെ സുഖത്തെ നൽകും. തീർച്ചയായിട്ടും നീ അവനെ തന്നെ ശരണം പ്രാപിക്ക് എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞു. തതോ നിരാശോ ദുർവാസാഹ പദം ഭഗവതോ ജയൗ വികുണ്ഡാക്യം യദധ്യാസ്തേ ശ്രീനിവാസശ്രിയാ സഹ. തതോ നിരാശോ ദുർവാസാ പദം ഭഗവതോ യയൗ വികുണ്ഡാക്യം യദധ്യാസ്തേ ശ്രീനിവാസശ്രിയാ സഹ. തതഃ നിരാശഃ ദുർവാസ, ആ ദുർവാസാവ് അവിടുന്ന് ആശ നശിച്ചവനായി, പ്രത്യാശ നശിച്ചവനായി. കാരണം താൻ വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ട്. ആരോടാ ചെയ്തത്? ഭഗവാന്റെ പ്രിയ ഭക്തനോട്. അപ്പൊ ഇനി എങ്ങനെയാ ഭഗവാന്റെ മുമ്പിലേക്ക് പോവുക? പോയാലും ഭഗവാൻ തനിക്ക് അഭയം തരുമോ ആവോ? തന്റെ ഭക്തനെ പീഡിപ്പിച്ച, ഉപദ്രവിച്ച, നശിപ്പിക്കാൻ ഉദ്ദേശിച്ച എന്നെ ഭഗവാൻ ഇനി നേരിൽ കിട്ടിയാൽ എന്തായിരിക്കും ആവോ ചെയ്യുക എന്നൊക്കെയുള്ള ഭയം ഉണ്ടാവും. അങ്ങനെ നിരാശയോടെ ആശ നശിച്ചവനായിട്ട് ആ ദുർവാസാവ് ഭഗവതഃ പദം ജയ, വേറൊരു ഗതിയില്ല. ഇനി ആകെ മഹാദേവൻ പറഞ്ഞ ഈ ഒറ്റ വഴിയുള്ളൂ, ഇനിയിപ്പോ അത് എന്തായാലും പ്രാണൻ പോകും, അപ്പൊ ഭഗവാന്റെ അടുത്ത് പോയി നോക്കാമെന്ന് അവസാനത്തെ കൈക്ക്. ഇനിയിപ്പോ നേരിൽ ചെന്നിട്ട് അദ്ദേഹം നേരിൽ തന്നെ തന്റെ പണി കഴിക്കണമെങ്കിൽ ഒരു നിവൃത്തിയില്ല. അപ്പൊ അല്ലെങ്കിൽ തന്നെ സുദർശനം തന്നെ തന്റെ പുറകിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും ഭഗവാന്റെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഭഗവതഃ പദം ജയൗ, ഏതാ പദം? വികുണ്ഡാക്യം. വികുണ്ഠം, വൈകുണ്ഠം എന്ന അഖ്യയോടുകൂടിയ യാതൊരു തരത്തിലുള്ള ദുഃഖലേശങ്ങളുമില്ലാത്ത, അജ്ഞാനലേശവുമില്ലാത്ത, എന്താ പറയുക, നിഴല് പോലുമില്ലാത്ത ലോകത്തിലേക്ക്, ആനന്ദ ലോകത്തിലേക്ക് ചെന്നു. യദദ്യാസ്തേ ശ്രീനിവാസ ശ്രീയാസഹ. ശ്രീയാസഹ ശ്രീനിവാസഹ യദദ്യാസ്തേ, ഏത് ലോകത്തിലാണോ ലക്ഷ്മീ ദേവിയോടുകൂടെ ആ ഭഗവാൻ ശ്രീനിവാസൻ വസിക്കുന്നത്, ആ ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ ലോകത്തേക്ക് തന്നെ ചെന്നു, ശരണം പ്രാപിച്ചു. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. സന്ദഹ്യമാനോജിതശസ്ത്രവന്നിന തൽപാദമൂലേ പതിതസ്സവേ വധുഃ ആഹ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസംമാവഹി വിശ്വഭാവന അജാനതാത്തെ പരമാനുഭാവം കൃതം മയാഗം ഭവതഃ പ്രിയാണാം വിദേഹി തസ്യാപചിതിം വിദാദഃ മുച്ഛേദയന്നാമ്യുദിതേ നാരഗോപി. സന്ദഹ്യമാനോജിതശസ്ത്രവന്നിനാ തൽപാദമൂലേ പതിതസ്സവേ വധുഃ ആഹ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസംമാവഹി വിശ്വഭാവനാ. സന്ദഹ്യമാനഃ അജിത ശസ്ത്രവന്നിന, അജിത ശസ്ത്രവന്നിന സന്ദഹ്യമാനഃ, അജിതന്റെ ശസ്ത്രവന്നി കൊണ്ട് ദഹിക്കപ്പെടുന്നവനായിട്ട്, സമ്യക്കായി ദഹിക്കപ്പെടുന്നവനായിട്ട്. അജിതൻ ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്തവൻ. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് ഏതൊരുവനെ കുറിച്ച് വേദം പോലും പറയുന്നു. അവനെ ജയിക്കാൻ ആർക്കാ കഴിയുക? മനസ്സിനോ വാക്കിനോ ജയിക്കാൻ കഴിയാത്തവനാണ്. പിന്നെയാണോ അവനെ കായികമായിട്ട് ആർക്കെങ്കിലും ജയിക്കാൻ? അങ്ങനെയുള്ള ബ്രഹ്മതത്വമായിരിക്കുന്ന ആ അജിതന്റെ, നാരായണന്റെ ശസ്ത്രവന്നിന, ഭഗവാന്റെ ശസ്ത്രമായ സുദർശനത്തിന്റെ തേജസ്സുകൊണ്ട് സന്ദഹ്യമാന, നല്ലതുപോലെ ദഹിക്കപ്പെടുന്നവനായിട്ടുള്ള ആ ദുർവാസാവ് സവേപതുഹു, വിറച്ചുകൊണ്ട് വേപതുവോടുകൂടിയിട്ട് തൽ പാദമൂലേ പതിത, ആ ഭഗവാന്റെ പാദമൂലത്തിലേക്ക് ചെന്ന് പതിച്ചു വീഴുകയാണ് ചെയ്യുന്നത് ശരണാഗതനായിട്ട്. എന്നിട്ട് ആഹ
പറയുകയാണ്. എന്താ പറയണത്? അച്യുതാനന്ദ സദീപ്സിത പ്രഭോ വിശ്വഭാവന. ഭഗവാനെ സംബോധന ചെയ്യുന്ന ഇതാണ്. എത്ര പ്രാവശ്യം ഏതൊക്കെ പേരിലാ വിളിക്കണ നോക്കൂ. അച്യുത, നാശരഹിതനായിരിക്കുന്നവനെ, ച്യുതിയില്ലാത്തവനെ, അനന്ത, അന്തമില്ലാത്തവനെ, ഇന്നത് എന്ന് നിർവചിക്കാൻ സാധിക്കാത്തവനെ, സദീപ്സിത, സജ്ജനങ്ങളാൽ ഈപ്സിക്കപ്പെടുന്നവനെ, സത്തുക്കളാൽ ഇച്ഛിക്കപ്പെടുന്നവനെ, എല്ലാവരും കൊതിക്കുന്നത് അങ്ങയെയാണ്, അങ്ങയുടെ ശരണമാണ്. പ്രഭോ, സർവശക്തനായിരിക്കുന്നവനെ, വിശ്വഭാവന, ഈ വിശ്വത്തെ തന്നെ ഭവിപ്പിക്കുന്നവനെ, രക്ഷിക്കുന്നവനെ, വിശ്വഭാവന. കൃതാഗസം മാ അവ. കൃതാഗസം, ആഗസ് ചെയ്തവൻ, അപരാധം ചെയ്തവൻ, പാപം ചെയ്തവൻ, പാപം ചെയ്തവനായിട്ടുള്ള മാ അവ. മാവ, മാവ എന്ന് പറഞ്ഞാൽ മാ അവ, എന്നെ രക്ഷിച്ചാലും മാം അവ. എന്നെ രക്ഷിച്ചാൽ ഞാൻ പാപം ചെയ്തവൻ തന്നെ അങ്ങയോട് ചെയ്യണമില്ല. വേറൊരാള് ഗതിയില്ല, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് എന്നെ രക്ഷിച്ചാലും അജാനതാപേ പരമാനുഭാവം കൃതം മയാഗം ഭവതഃ പ്രിയാണാം വിദേഹി തസ്യാപചിതിം വിധാതഃ മുച്യേദയം മാംയുദിതേ നാരകോപി. തേ പരമാനുഭാവം അജാനതാ മയാ അഘം കൃതം. തേ പരമാനുഭാവം അജാനത, അങ്ങയുടെ പരമമായിട്ടുള്ള അനുഭാവം, അങ്ങയുടെ മാഹാത്മ്യം, അങ്ങയുടെ ഉത്കൃഷ്ടമായ ഭാവം, അങ്ങയുടെ സർവശക്തിത്വം, ഇതൊന്നും അറിയാത്തവനായിട്ടുള്ള അജാനത, അറിയാത്തവനായിട്ടുള്ള മയാ എന്നാൽ തേ അഘം കൃതം, അങ്ങേക്ക് ഞാൻ അപരാധം ചെയ്തു, പാപം ചെയ്തു. ആർക്കാണ് ഞാൻ പാപം ചെയ്തത്? ഭവതഃ പ്രിയാണാം, അങ്ങയുടെ പ്രിയന്മാരുടെ നേർക്ക്, അങ്ങയുടെ ഭക്തന്മാരുടെ നേർക്കാണ് ഞാൻ വലിയ അപരാധത്തെ ചെയ്തിരിക്കുന്നത്. വിദേഹി തസ്യ അപചിതിം വിദാതഃ. ഹേ വിദാതഃ, എല്ലാറ്റിന്റെയും നിയന്താവായിരിക്കുന്നവനെ, സൃഷ്ടാവായിരിക്കുന്നവനെ, തസ്യ അപചിതിം വിദേഹി, അതിന്റെ പ്രായശ്ചിത്തത്തെ ചെയ്താലും അതിന് പ്രതിവിധിയെ അങ്ങ് തന്നെ ചെയ്താലും എനിക്ക് ചെയ്യാനുള്ള ശക്തിയില്ല. ഞാൻ നിസ്സഹായനാണ്. ഞാൻ എന്താ പ്രാണഭയത്തോടുകൂടി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് തന്നെ ഇതിന് വേണ്ടതായിട്ടുള്ള പ്രതിവിധി ചെയ്താലും ഇതിനെ തടഞ്ഞാലും എന്റെ പാപം തന്നെയാണ് എന്റെ പുറകെ വന്നിരിക്കുന്നത്. അത് തിരിച്ചടിച്ചിരിക്കുകയാണ് സുദർശന രൂപത്തില്. അതുകൊണ്ട് നാംനി ഉദിതേ നാരകഃ അഭിമുച്യേത. ഏതൊരു ഭഗവാന്റെ നാമം പറഞ്ഞു കഴിയുമ്പോൾ, ഉച്ചരിച്ചു കഴിയുമ്പോൾ നരകത്തിലുള്ളവർ പോലും മുച്യേത, മോചിതരായി തീരുന്നുവല്ലോ. അജാമിളാദികളുടെ കഥകളൊക്കെ കേട്ടിട്ടുള്ളതാണല്ലോ അല്ലേ? ഏറ്റവും പാപങ്ങളുടെ, കൊടിയ പാപങ്ങൾ ചെയ്ത് നരകത്തിലേക്ക് പോകാനിരുന്ന ആ അജാമിളൻ ഭഗവാനെ നേരിട്ട് വിളിച്ചതല്ല നാരായണ എന്ന്, തന്റെ പുത്രനെ വിളിച്ചതാണ് നാരായണ എന്ന്, സാങ്കേത്യമായിട്ട് വിളിച്ചതാണ്. ആ അജാമിളന് പോലും മോക്ഷം കൊടുത്ത, ഗതി കൊടുത്ത, സൽഗതി കൊടുത്ത ഭഗവാനല്ലേ അങ്ങ്? അപ്പൊ എനിക്കും ഏതൊരു ഭഗവാന്റെ നാമം ചൊല്ലിയാൽ, അല്ലേ, ഭഗവാന്റെ അച്യുത, ആനന്ദ എന്നൊക്കെയുള്ള നാമം ഞാനും ചൊല്ലിയില്ലേ? ആ നാമം ഉച്ചരിച്ചു കഴിയുമ്പോൾ നരകവാസികൾ പോലും അതിൽ നിന്ന് മുക്തരായിത്തീരുന്നു. നാരകഃ അപി മുച്യേത. അതുകൊണ്ട് എന്നെ രക്ഷിച്ചാലും ഞാനിതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. വേറൊരാൾ എന്നെ രക്ഷിക്കാൻ ശക്തനായിട്ട് ഈ ലോകങ്ങളിൽ ഒന്നിലുമില്ല. ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഭഗവാൻ മറുപടി പറയുന്നു. എന്താ ഭഗവാൻ മറുപടി പറയുന്നത്? ഞാൻ രക്ഷിക്കാമെന്നല്ല, ഞാൻ ഭക്തപരാധീനനാണ്. അതുകൊണ്ട് നീ ആ ഭക്തനെ തന്നെ, നീ ആരെയാണോ ഉപദ്രവിച്ചത് അവനെ തന്നെ ചെന്ന് ശരണം പ്രാപിക്കൂ എന്നുള്ള ഉപദേശമാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് വൈകിട്ട് കാണാം. ആ ഭാഗം വൈകിട്ട് കാണാം. ഇനിയും ഈ അധ്യായം തീരില്ല, ഇപ്പോൾ എടുത്താലും കുറച്ചുണ്ട്. വൈകിട്ട് ആ ഭാഗം കാണാം. 6:30 കാണാം. 701 എപ്പിസോഡിൽ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. ഹരി ഓം.